ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ 22. ഗായ്സ്, അങ്ങനെ വലിയ വിഷമത്തിലായിപ്പോയ നമ്മളുടെ ജീവിതം നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് 21 ദിവസം സക്സസ് ആയിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. സൈക്കോളജി പരമായിട്ട് പറയുകയാണെങ്കിൽ ഈ 21 ദിവസം നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും. 21 ദിവസം നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഓർക്കാതിരിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലാതായി മാറും. മൊത്തത്തിലൊരു പുതിയ ജീവിതം തുടങ്ങുന്നതിന് ഈ കഴിഞ്ഞു പോയ 21 ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തൊക്കെയായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് എടുത്ത തീരുമാനം ഈ 21 ദിവസവും മുടക്കുകൂടാതെ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ പുറകിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ 21 ദിവസം വരെ എത്തി നിൽക്കാൻ കാരണം ഞാൻ ഈ തീരുമാനമെടുത്ത ആ ഫസ്റ്റ് ദിവസത്തെ എനർജി ഒന്ന് മാത്രമാണ്. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും, ആദ്യത്തെ ഒരാഴ്ച ആ എനർജി നമുക്ക് നല്ല മോട്ടിവേഷൻ തരും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നമ്മളിത് ആരെങ്കിലോട് ഒന്ന് ഷെയർ ചെയ്ത് വെക്കണം. അവരുടെ ഒരു 2-3 വാക്ക് മതി നമ്മൾ ഒന്നുകൂടി മോട്ടിവേറ്റഡ് ആവാൻ. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഗൈസ്, നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കൂ, അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യൂ, എന്നിട്ട് ഒരു മടി കൂടാതെ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വേറെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഇന്ന് നമ്മൾ സൈൻ ലബാനിൽ കയറിയിട്ടോ. ഇന്നലത്തെ ടൗൺ വിസിറ്റിൽ നമ്മൾ തീരുമാനിച്ചതായിരുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങണമെന്ന്. ഇവിടുന്ന് നമ്മൾ 2 ഐറ്റം കേട്ടോ വാങ്ങിയത്, ന്യൂട്രല്ല ഫ്ലേവറും പിസ്താഷ്യൂ ഫ്ലേവറും. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സമയം എടുക്കും, അപ്പോൾ വേണമെങ്കിൽ അപ്പുറത്തുനിന്ന് മോമോസും കഴിച്ചിരിക്കാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഐറ്റം നമ്മുടെ കയ്യിലെത്തിയിട്ടോ. അതും പെറുക്കിയെടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് വരുന്നതായി വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെങ്കിലും ഇത് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേക രസമുണ്ടെന്നേ. നിങ്ങളൊരു മധുരപ്രിയം കൂടിയാണെങ്കിൽ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. കണ്ടില്ലേ കുട്ടീസ് എല്ലാം എത്ര എൻജോയ് ചെയ്തത് കഴിക്കുന്നതെന്ന്. കഴിച്ച് കൊതി മാറി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുത്ത് കഴിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ 21 ദിവസത്തിന്റെ പൂർത്തീകരണം നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ്, പറഞ്ഞത് എന്തായാലും മറക്കണ്ട കേട്ടോ. പുതിയ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കാനോ എന്തെങ്കിലും അഡിക്ഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടാണെങ്കിലും ഈ 21 ഡേയ്സിന്റെ ഫോർമുല അടിപൊളിയാട്ടോ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില വസ്തുക്കളോടാവാം, ചിലപ്പോൾ ചില വ്യക്തികളോടാവാം, ചിലപ്പോൾ നമ്മളുടെ ചില സിറ്റുവേഷൻ ആയിരിക്കാം. ഈ മടി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതൊക്കെ ഇല്ലേ, അതും ഒരു അഡിക്ഷൻ ആണ് കേട്ടോ. പിന്നെ മറക്കണ്ട, 21 ദിവസം പൂർത്തിയാക്കാനായിട്ട് നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്നത് നമ്മളുടെ ആ ഫസ്റ്റ് ദിവസത്തെ ആ ഫയർ തന്നെയാണ് കേട്ടോ.